അതെ ഇപ്പൊ ഈ വിഷുക്കാലല്ലേ, ക്ഷീണിച്ചോടാ? ഇല്ല, കിച്ചടിയൊക്കെ വെച്ച് മൊത്തം ഔട്ട്സോഴ്സേഴ്സിനെ കൊണ്ട് ചെയ്തോണ്ട് സദ്യയിലുള്ള ഒരുവിധം എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ട് ക്ഷണിക്കാത്തതിനോട്. ഓ സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. പോട്ടെ, ഞാൻ ഇച്ചിരി ഒന്ന് കരുതിയതാ. അതെ ഇപ്പൊ ഈ വിഷു ഓണം ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക്, നിങ്ങൾ ചെന്നൈയിലായിരുന്നല്ലേ, മദ്രാസിലായിരുന്നല്ലോ, അപ്പം നാട്ടിലേക്ക് വരികയല്ലേ വെക്കേഷൻ ആ സമയത്ത്, വിഷു സമയത്ത് വരുമ്പോ ഒക്കെ അത് നല്ല വിഷു ഓർമ്മകൾ എന്തൊക്കെയാ ചെറുപ്പത്തിലല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് വിഷു ഓർമ്മകളാണ് ആക്ച്വലി കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിനുള്ളൊരു പ്രധാന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനീട്ടം വലിയൊരു പരിപാടിയാണല്ലോ. അല്ല അപ്പൊ ഒരു വിഷു നമ്മൾ മിസ് ചെയ്യില്ല. കാരണം വെച്ചാൽ ഇത്രയും ഫണ്ട് നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സീസൺ കിട്ടുന്നവരാണ്. അപ്പൊ മൂത്തവര് ഇളയ ആൾക്കാർക്കാണ് കൊടുക്കുക. അപ്പൊ അതിലുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത്, ഞാൻ എൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ സ്കൂൾ ടൈമിലൊക്കെ ഞാനായിരുന്നു കുടുംബത്തിലെ ഏറ്റവും ചെറുത്. ബാക്കി ചെറുതുണ്ടായിരുന്നു, ബാക്കിയവരൊക്കെ 1ാം ക്ലാസ്, LKG UKG എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അപ്പൊ ഞാൻ ചെറുതായതുകൊണ്ട് തന്നെ ഫണ്ട് കൂടും, വരുന്ന ബൾക്കായിട്ട് വരും. പിന്നീട് ഞാൻ വലുതായി തുടങ്ങിയല്ലോ, ഇപ്പം +2 ഒക്കെ എത്തി, പിന്നെ ഞാൻ വിഷുവിന് അങ്ങോട്ട് പോകില്ല, നിർത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അമ്മമാർക്കൊക്കെ നമ്മൾ കൊടുക്കണം. അത് നമ്മുടെ അനുഭവത്തിലുള്ളത് കൊണ്ടും നമ്മളായിരുന്നു ഇത് കണ്ടത് കൊണ്ടും നമ്മള് കരുതലെടുക്കും. അതും ചേച്ചി വിചാരിക്കുന്ന ഫണ്ടൊന്നുമല്ല. കാരണം ഞങ്ങളെ കസിൻസും ഇവരൊക്കെ കൂടെ 10-75 വലിയ ഫാമിലിയാ. നമ്മുടെ ഇവിടെ 8-9 പേരുണ്ട്. അപ്പൊ ഈ ഒരു ജില്ല പോലെ ആ ഏരിയ. അപ്പൊ നമ്മള് ഒരു യാത്ര പോയിട്ട് വരുമ്പോ അന്ന് 7ാം ക്ലാസ്സിലൊക്കെ നമുക്കൊരു 19,000-75,000 രൂപയൊക്കെ അന്ന് കിട്ടും ഈസിലി. അപ്പൊ അതൊരു സീസണിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്ത വർഷം വരെ കാക്കാനും ഉണ്ട്. കാരണം അന്ന് വലിയ ചെലവില്ലാത്ത കാര്യമല്ലോ. ഇതൊരു ഫണ്ടായിട്ട് നല്ലോണം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടി പോയാ സ്കൂളിൽ പോകുമ്പോ എന്തെങ്കിലും മേടിക്കും, തിരിച്ചു വരുമ്പോ എന്തെങ്കിലും ചെയ്യാം, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് അതിനകത്ത് ഇല്ലല്ലോ. അപ്പൊ ഇളയതായതുകൊണ്ട് ഫണ്ടും കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് വിഷു എനിക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. പിന്നീട് ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ വലുതായി കഴിഞ്ഞതിന് ശേഷം പോയിട്ടില്ല, കുറവാ. ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. 1 മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. ഒട്ടും പോയിട്ടില്ല. പിന്നീട് വലുതായി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇല്ല, നാട്ടിലേക്ക് പോകുന്നത് കുറഞ്ഞു. അതുകൊണ്ട് മാത്രമല്ല, ശരി, അങ്ങോട്ട് പോയാലല്ലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ല പൈസ അതുകൊണ്ട് മാത്രമല്ല, പിന്നെ എല്ലാവരും പല വഴിക്കായി വലുതായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആക്ച്വലി നമ്മുടെ ചെറുപ്പമൊക്കെ ഭയങ്കര രസമാണ് അല്ലേ. ആ ഒരു എന്താ പറയാ, നമ്മള് നാട്ടിലേക്ക് വരിക, അല്ല നമ്മുടെ കസിൻസുമായിട്ടൊക്കെ ഒന്ന് കളിക്കുക, പറമ്പിലൂടെ. അത് ചെന്നൈയിൽ വളർന്ന് ആവുമ്പം നാട്ടിൽ വരുമ്പോ ഒരു വ്യത്യാസം നല്ലോണം ഫീൽ ചെയ്തിട്ടില്ലേ? ആ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വരാനുള്ള ഇഷ്ടം ഉണ്ടാവില്ലേ നാട്ടിലേക്ക്? പിന്നെ കാരണം ഈ വിഷു ആഘോഷിക്കുന്ന തലേദിവസമൊക്കെ നമ്മൾ ഈ പടക്കം പൊട്ടിക്കുമല്ലോ, ഈ പടക്കം പൊട്ടി. കാരണം എനിക്ക് തോന്നുന്നു അങ്ങോട്ടൊക്കെ ഉണ്ടോ, തിരുവനന്തപുരം സൈഡിലൊക്കെ പടക്കം പൊട്ടിക്കില്ല, ദീപാവലിക്കല്ലേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടില് ഭയങ്കര പടക്കം പൊട്ടിച്ച് ആഘോഷിക്കില്ല. അപ്പൊ ഇതൊരു മത്സരം പോലെയാ. അടുത്ത വീട്ടില് ഇത്രയും പൊട്ടിക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ ഇത്രയും പൊട്ടിക്കുക, അങ്ങനെ മത്സരം. ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു പ്രായം വരെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്തിനായി വിഷു ആഘോഷിക്കുന്നതെന്ന്. കാരണം വരിക, പടക്കം പൊട്ടിക്കുക, പൈസ കിട്ടുന്ന ഒരു ആഘോഷം, പോവുക. അയ്യോ, ഇത് എല്ലായിടത്തും ഉള്ളതാട്ടോ. അപ്പൊ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു വിഷുവിന്റെ ഐതിഹ്യവും മറ്റതൊന്നുമല്ല ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ചിന്ത. നമുക്ക് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ കാശ്, ഏറ്റവും ഇളയതാകുമ്പോ ഫണ്ടും കൂടും. ഇത് ഇപ്പൊ മനസ്സിലായില്ലേ, ഒരു വീടുകളിൽ മാത്രമുള്ളതല്ല, എല്ലായിടത്തും സംഭവിക്കുന്ന ഏക ഒരു സത്യം. അത് ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് ദീപാവലി ആഘോഷം ഉണ്ടാവില്ല അവിടെ ഇപ്പോഴും വലിയ ആൾക്കാർക്ക് വരെ അവർക്ക് എന്തിനാ ഇത് ആഘോഷിക്കുന്നതിന്റെ കാരണം പലർക്കും അറിഞ്ഞൂടാ. നമുക്ക് ആഘോഷം ഉള്ളൂ. കാരണം പക്ഷെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ അവര് ശരിക്കും അവരതിന്റെ ഒരു ട്രഡീഷൻ സാധനം എന്ന് വെച്ചാൽ അവര് പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ചടങ്ങ് കഴിഞ്ഞ് മധുരം വിളമ്പി ഇങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാ. പക്ഷെ അവിടെയുള്ള തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ ഒരു 6 മണി കഴിഞ്ഞ് അവരങ്ങ് വടക്കം പൊട്ടിച്ചു തുടങ്ങും. നമുക്ക് എന്തിന് അത് ചോദിക്കരുത്. പിന്നെ അവിടെ ഏപ്രിൽ സമയം എനിക്ക് തോന്നുന്നു
അവര് പുതിയ ന്യൂ ഇയറും കൂടിയാ. നമുക്ക് മലയാളം ഇതിലെ ന്യൂ ഇയർ ഇതല്ലേ, പുതുവർഷമല്ലേ. അപ്പൊ അവർക്ക് അല്ല ഞാൻ പറഞ്ഞ, നമുക്കിവിടെ വിഷു ആഘോഷിക്കുമ്പോ അവിടെ അവര് ന്യൂ ഇയർ ആയിട്ട് തന്നെ സെലിബ്രേഷൻ ഉണ്ടാവും. ഓക്കെ. Ali's Kitchen. Let's cook with love.